ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് ശാപങ്ങളുണ്ട്. ആ ശാപങ്ങളിൽ ഒന്നാണ് ഏജൻസി പരമായിട്ടുള്ള ചില സ്കാമുകൾ സംഭവിക്കുന്നത്. അതായത് ഈ ചില ക്ലബ്ബുകളുടെ സ്പോർട്ടിംഗ് ഡിസിഷൻ എടുക്കുന്നവരും ഏജൻസിയൊക്കെ ആയിട്ട് ചെറിയ ലിങ്ക് കാണും. അപ്പം അതിൻ്റെ പേരിൽ ചില പരിപാടികൾ ഒപ്പിച്ച് കമ്മീഷൻ അടിക്കുന്ന പരിപാടികളൊക്കെ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ചില ക്ലബ്സിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തിന് ഈ പ്ലെയറെ സെല്ല് ചെയ്തു എന്ന് പറയുന്നൊരു ചോദ്യം നമുക്ക് അവിടെ നിലനിൽക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ പ്ലെയർ ഇല്ലെങ്കിലും അവിടെ സൈൻ ചെയ്യാത്ത അവസ്ഥ, എന്നാൽ ആവശ്യമില്ലാത്ത പൊസിഷൻസിൽ ഒരുപാട് പ്ലേയേഴ്സിനെ എടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിങ്ങളുടെയൊക്കെ പലരുടെയും ഫേവറേറ്റ് ക്ലബ്ബിൽ ഒരു സക്സസ്ഫുൾ സീസൺ ഉണ്ടായി, പ്ലേ ഓഫ് കളിച്ച് ഫൈനൽ കളിച്ച സീസൺ ഉണ്ടായി. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അടുത്ത സീസൺ കൂടുതൽ സക്സസ് ആകാമെന്ന് പറയുന്ന സാഹചര്യം വരുമ്പോഴത്തേക്കും ഉണ്ടടാ ആ ടീമിനെ മൊത്തത്തിൽ അഴിച്ചു പണിയുന്നു. വരുന്ന സീസണുകളിലൊക്കെ പ്രധാന താരങ്ങൾ വിട്ടുകളയുന്ന ഒരു അവസ്ഥ. അപ്പം ഇവിടെയൊക്കെ ഈ പറയുന്ന കാര്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതൊക്കെ ആരാധകർ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ പ്രസക്തി എന്താണ് എന്ന് പറയുന്നത്. ഞാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പല ക്ലബ്ബുകളിലും ഈ പറഞ്ഞ ഒരു പരിപാടി സ്പോർട്ടിംഗ് സൈഡിൽ ഇരിക്കുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം കൂടുതലാണ് എത്രത്തോളം കുറവാണ് എന്നുള്ളത് നോക്കിയാൽ മതി. കൂടുതലായിട്ട് ചെയ്യുന്ന ക്ലബ്ബുകൾ ആണ് എപ്പോഴും സഫർ ചെയ്യുന്നത് സ്പോർട്ടിംഗ് സൈഡിൽ. കാരണം അവർക്ക് ഇപ്പോൾ സ്പോർട്ടിംഗ് സൈഡിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ശമ്പളം പോരായിരിക്കും, അതിനേക്കാൾ കൂടുതൽ പൈസ ഒക്കെ വേണമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിന് സഫർ ചെയ്യേണ്ടി വരുന്നത് ആ ക്ലബ്ബും അല്ലെങ്കിൽ അതിൻ്റെ ആരാധകരും ഒക്കെ ആയിരിക്കും. കാരണം റിസൾട്ടിലൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് തന്നെ തിരിച്ചു വരാം. അവരുടെ ഒരു രീതി അധികം സ്പെൻഡ് ചെയ്യുന്ന ഒരു ടീമല്ല. അതിനുള്ള കാരണം അവർ മറ്റു പല ക്ലബ്ബുകളെയും പോലെ വലിയ കോർപ്പറേറ്റ്സ് അല്ല, വലിയ സ്പോൺസർഷിപ്പ് കിട്ടുന്ന ടീമല്ല. അവരുടെ ഒരു മിസ്മാനേജ്മെൻറ്റ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പുള്ള സീസണുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് അവരൊന്ന് ട്രാക്കിലേക്ക് വന്നത്. ഇപ്പോൾ ജോൺ അബ്രഹാമിനെ പോലത്തെ ഒരു ഓണറാണ്. അദ്ദേഹം പറഞ്ഞാൽ ഒരു വലിയ കോർപ്പറേറ്റ് ഒന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അദ്ദേഹം എടുത്തിട്ടുള്ളൊരു പ്രധാന ഡിസിഷനായിരുന്നു സ്പോർട്ടിംഗ് സൈഡിൽ ചില ആളുകളെ എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മന്ദത്ത് അമാനെ എന്ന് പറഞ്ഞിട്ടുള്ള CEO എത്തിക്കുന്നത്. ശേഷം കോച്ചായിട്ട് ജുവാൻ പെഡ്രോ ബെനാലിയെ, നൗഷാദ് മൂസയൊക്കെ പോലത്തെ ആളുകളെയൊക്കെ എത്തിക്കുന്നത്. എന്നാണെങ്കിലും അവർ ഒരു ടീം ബിൽഡ് ചെയ്യുകയാണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നിലവിലത്തെ സാഹചര്യം വെച്ച് പറയാനായിട്ട് സാധിക്കും. കാരണം ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ താരങ്ങൾ, ഇപ്പോൾ അലാദീൻ അജാരി അല്ലെങ്കിൽ സബാക്കോ അല്ലെങ്കിൽ ജിതിൻ എമ്മസ് അടക്കമുള്ള താരങ്ങളെയൊക്കെ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ സീസണിൽ നിന്ന് ഓരോ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ആ ടീം ബിൽഡ് ചെയ്ത് പോകുന്നൊരു രീതി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ വിട്ട് കൊടുക്കുന്ന മണ്ടത്തരങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. നോർത്ത് ഈസ്റ്റിനെ പോലത്തെ വളരെ ലിമിറ്റഡ് റിസോഴ്സ് ഉള്ള ടീമിന് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മറ്റു പലർക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് പറയുന്നത് ആ ഒരു പോയിന്റാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പല ടീമുകളും ഇത്തവണത്തെ ഡൂറൻ കപ്പിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യത്തിലാണുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ ജൂലൈ 13 മറ്റോ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡൂറൻ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ള തരത്തിൽ തന്നെ. ഇപ്പോൾ ഡൂറൻ കപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻ്റ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഡൂറൻ കപ്പ് വിന്നേഴ്സാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു മേജർ ട്രോഫി എന്ന നിലയ്ക്കും ഡ്യൂറൻ കപ്പ് മാറിയിരുന്നു. അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോഴത്തേക്കും എന്നാൽ ഈ സീസൺ കപ്പ് അടിച്ചു, ഇനിയിപ്പോൾ ഒരു 5 സീസൺ ഫാൻസിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും സ്പോൺസർഷിപ്പോ ഒക്കെ ഒപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്നല്ല വിചാരിച്ചത്. അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്, അവരുടെ റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഫുട്ബോളാണ്. പക്ഷേ അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ എവിഡൻ്റ് ആണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ കൂടാതെ പല ഇന്ത്യൻ താരങ്ങളെയും അവർ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സ്റ്റാർട്ടിംഗ് ലെവലിലോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന താരങ്ങളെ. അതുപോലെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഗുർമീത്ത് വരുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗോൾ കീപ്പർ എറേഴ്സ് കൊണ്ട് വല്ലാണ്ട് വലഞ്ഞു നിൽക്കുന്നൊരു സമയത്താണ് ഗുർമീതിൻ്റെ ഒരു എൻട്രി. അത് തീർച്ചയായിട്ടും അവർക്ക് വളരെ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. ലാസ്റ്റ് സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ തന്നെയായിരുന്നു ഗുർമീത് എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ഇപ്പോൾ സുമിത് റാത്തിനെ പോലത്തെ ഒരു പ്ലെയറെ കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്നു. ചിലപ്പം ഈ സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ സീസണായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. അതായത് അവർക്ക് പോരായ്മ ഉള്ളിടത്ത് ബിഗ് സൈനിങ്സ് നടത്താതെ എന്നാൽ ഇതേപോലത്തെ സൈനിങ്സ് നടത്തി അവർ ഒരു ബാലൻസ് ഉള്ള ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് പറയേണ്ടതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പം ചില ക്ലബ്ബുകളുടെയൊക്കെ സിഇഒമാരെ കാണാം, അവർക്ക് ഒന്നും ചെയ്യാനും അറിഞ്ഞൂടെ, ഒന്നും അങ്ങോട്ട് വർക്കാവുന്നില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഫാൻസുമായിട്ട് തർക്കിച്ച് ഇങ്ങനെ മെഴുകേണ്ട അവസ്ഥയാണ്. മന്ദത്ത് അമാനെ എന്ന് പറഞ്ഞിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഒരു സിഇഒയുടെ കാര്യം നമുക്ക് എടുക്കാം. അദ്ദേഹം പറഞ്ഞാൽ പണിയെടുക്കുന്നുണ്ട്, എവിടെയും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആരാധകരുമായിട്ട് വഴക്കിടാനോ അല്ലെങ്കിൽ ട്വീറ്റ് ഇട്ട് ഷോ കാണിക്കാനോ ഒന്നും വരുന്നത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവരുടെ ജോലി അവർ കൃത്യമായിട്ട് എടുക്കുന്നു, അതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അടുത്ത സീസണിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ബെറ്ററായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവർ ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്ന് എങ്ങനെ ഒരു സക്സസ് രീതിയിലേക്ക്
പോകാമെന്ന് ചിന്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പം നമുക്ക് നോക്കി കാണാം. എന്താണെങ്കിലും സോഫാർ ഇംപ്രസിങ് തന്നെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സൈനിങ്